വിഭജന ഭീതി ദിനാചരണം കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു പരിപാടിയാണെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 3-4 വർഷമായുള്ളൊരു പുതിയ വഴക്കമാണിത്. 2021 മുതലാണ് സ്വാതന്ത്ര്യദിനത്തിന് തലേ ദിവസം ഈ പ്രത്യേക ദിനാചരണം തുടങ്ങിയത്. രാജ്യവിഭജന ഭീതി ഓർക്കാനെന്നാണ് വയ്പ്പെങ്കിലും പ്രായോഗികമായി ജവഹർലാൽ നെഹ്റുവിനെ ബള്ളു പറയാനുള്ള ഒരു ദിവസം എന്ന രൂപത്തിലാണ് അവിടെയെല്ലാം ഇത് ആചരിച്ചു പോരുന്നത്. ഈ ദിനാചരണം നാളെ കേരളത്തിലും വേണം എന്ന ശാഠ്യത്തിലാണ് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇക്കൊല്ലം വിഭജന ഭീതി ദിനം ആചരിക്കാൻ നിർദ്ദേശിച്ച് രാജ്ഭവൻ സർവകലാശാല VC-മാർക്ക് സർക്കുലർ അയച്ചു. മുഖ്യമന്ത്രിയുടെ എതിർപ്പിനെ അവഗണിച്ച് വിവിധ VC-മാർ ദിനാചരണത്തിന് നിർദ്ദേശം നൽകി കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. അതിനുശേഷം കേരള സർവകലാശാലയിൽ നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളാണ്. ആദ്യം ആർഡിഎക്സ് റാപ്പ്. ഓഗസ്റ്റ് 14-ന് കോളേജുകളിൽ രാഷ്ട്രവിഭജന ഭീതി ഓർമ്മപ്പെടുത്തും വിധമുള്ള വിവിധ പരിപാടികൾ ആവിഷ്കരിക്കണമെന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വിമർശനവുമായി ആദ്യമെത്തിയത്. ഗവർണറുടെ നടപടി RSSന്റെ വിഭജന രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നയരൂപീകരണ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നീക്കമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി. കേരളത്തിലെ ക്യാമ്പസുകളിൽ അങ്ങനെയൊരു ദിനാചരണം വേണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. സാമൂഹിക ധ്രുവീകരണം ഉണ്ടാകുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശമെന്നും മന്ത്രി. എന്നാൽ ഗവർണറുടെ നിർദ്ദേശം അംഗീകരിച്ച കണ്ണൂർ, കേരള, KTU, വെറ്റിനറി മെഡിക്കൽ സർവകലാശാല VC-മാർ ഇത് സംബന്ധിച്ച സർക്കുലർ കോളേജുകൾക്ക് നൽകി. പിന്നാലെ കേരള സർവകലാശാലയിൽ ഉണ്ടായത് നാടകീയ സംഭവങ്ങളാണ്. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പരിപാടികൾ നടത്താനൊരുങ്ങുന്ന VC-യുടെ നിലപാടിനെതിരെ കേരള സർവകലാശാലയിൽ ഇന്ന് SFI ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. ആർലേക്കറുടെ വിവാദ സർക്കുലർ നമുക്കറിയാവുന്നതുപോലെ ഇതിങ്ങനെയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരത സ്മരിക്കാൻ ഓഗസ്റ്റ് 14 പ്രത്യേക ദിനാചരണം സംഘടിപ്പിക്കണം എന്നാണ് ആ സർക്കുലർ ഉള്ളത്. സർവകലാശാലകൾക്കുള്ള ഗവർണറുടെ സർക്കുലർ കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാം. സർവകലാശാലകളിലും കോളേജുകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് ആ സർക്കുലറിൽ ഉള്ളത്. സെമിനാറുകൾ, പ്രസംഗം, നാടകാവതരണം, പ്രദർശനം തുടങ്ങിയവ നടത്തണം എന്ന് സർക്കുലർ പറയുന്നു. ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവർ സ്വാതന്ത്ര്യ ദിനത്തെ താഴ്ത്തിക്കെട്ടുകയാണ് എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടേതായിട്ട് വന്നത്. സ്വാതന്ത്ര്യദിനത്തിന് പുറമെ മറ്റൊരു ദിനാചരണം എന്ന ആശയം സംഘപരിവാറിൻ്റേതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാറിന് ബ്രിട്ടീഷ് രാജിനെതിരല്ല എന്ന് വൈസ്രോയിയോട് പറഞ്ഞ അതേ മാനസികാവസ്ഥയാണുള്ളത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ വിഭജന ഭീതി ദിനാചരണത്തിന് ആഹ്വാനം എന്ന് പറയുന്നു. സംഘപരിവാർ രാഷ്ട്രീയ അജണ്ട അനുസരിച്ച് രാജ്ഭവൻ ഉത്തരവിടുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത്തരം വിഭജന അജണ്ടകൾ നടപ്പാക്കാനുള്ള ഇടമല്ല സർവകലാശാലകൾ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കലാലയങ്ങളിൽ വിധ്വംസക വിഭാഗീയ ചിന്തയും മറ്റുമൊക്കെ അതിനെതിരാണ്. ഗവർണർ സമാന്തര ഭരണ സംവിധാനമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സർക്കുലർ നൽകാൻ എന്ത് അധികാരമാണുള്ളതെന്ന് VD സതീശനും ചോദിച്ചു. ഗവർണറുടെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ച് DYFIയും SFIയും രംഗത്തെത്തി. സർക്കാർ നയം കാര്യമാക്കാതെ സർക്കുലർ കോളേജുകൾക്ക് VC-മാർ കൈമാറുകയാണ് ചെയ്തത്. കേരള, കണ്ണൂർ, KTU, വെറ്റിനറി മെഡിക്കൽ സർവകലാശാല VC-മാരാണ് നടപടി ഇങ്ങനെ സ്വീകരിച്ചത്. കേരള സർവകലാശാല ആശയക്കുഴപ്പമുണ്ട്, ആശങ്ക അറിയിച്ചോടെ നിലപാട് അവർ മയപ്പെടുത്തി. രണ്ടാമത്തെ സർക്കുലർ പുറപ്പെടുവിച്ചത് കോളേജ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ V ബിജു ആണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ ഡയറക്ടർ സ്ഥാനം അതിനുശേഷം രാജിവെക്കുകയും ചെയ്തു. പുതുക്കിയ സർക്കുലറിനെ കുറിച്ച് ഉരുണ്ടു കളിക്കുകയാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചെയ്തത്. സർക്കുലറിനെ കുറിച്ച് പുറപ്പെടുവിച്ച വ്യക്തിക്ക് അറിയുമെന്ന് VC പറഞ്ഞു. രണ്ടാമത്തെ സർക്കുലർ കോളേജുകളുടെ ആശങ്കയ്ക്കുള്ള മറുപടിയായിരുന്നുവെന്ന് ഡോക്ടർ V ബിജു പിന്നീട് വന്ന് വ്യക്തമാക്കി. കോളേജ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ V ബിജു സ്ഥാനം രാജിവെച്ചു. നേരത്തെ പറഞ്ഞാണത്. VCയെ നേരിട്ട് കണ്ട് സ്ഥാനമൊഴിയുകയാണെന്ന് ഡോക്ടർ V ബിജു അറിയിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ സംഭവങ്ങളെല്ലാം നിരവധി ഉണ്ടായി. 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയൊരു ദിനാചരണം പുതുതായിട്ട് പ്രഖ്യാപിച്ചത്. വിഭജനത്തിൻ്റെ വേദന ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് മോദി 2021 Xൽ എഴുതി. ജനങ്ങളുടെ ത്യാഗങ്ങളുടെ സ്മരണക്കായി വിഭജന ഭീതി ദിനാചരണം ആഹ്വാനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. 2022 മുതൽ കേന്ദ്ര സർക്കാർ വിഭജന ഭീതി ദിനാചരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ സ്ഥിരമായിട്ട് ആചരിക്കുന്നുണ്ട്. ദിനാചരണത്തിൽ കോൺഗ്രസിനെയും നെഹ്റുവിനെയും ലക്ഷ്യമിട്ട് BJP വിമർശനം ഉന്നയിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലെ സർവകലാശാലകളിൽ ഇത്തരം സർക്കുലറുകൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ തവണയാണ് ആദ്യമായിട്ട് വരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആർലേക്കറുടെ നടപടിയെന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട്. അതാണ് വിശദാംശങ്ങൾ. ഇതിപ്പം ഗവർണറും സർവകലാശാലകളും സംസ്ഥാന സർക്കാരും ഒക്കെ ചേരുന്ന മറ്റൊരു വിവാദം എന്നതിനപ്പുറത്തുള്ള പ്രാധാന്യം കൂടിയുണ്ട്. പക്ഷേ അതാണ് ആത്യന്തികമായിട്ട് ഇവിടെ നമ്മൾ ഗവർണറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും.
മുൻ ഗവർണറിൽ നിന്ന് ഇദ്ദേഹം ഏറെ വ്യത്യസ്തനാവുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായി ദൃഢതയുള്ള ഒരു വ്യക്തിയാണ് ആർലേക്കർ. അതിനനുസരിച്ചുള്ള പരിപാടികളും പദ്ധതികളും അദ്ദേഹം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇതിന് സമാനമായ പരിപാടികൾ ഇവിടുത്തെ ഈ ഓട്ടോണമസ് കോളേജുകളിൽ പലതിലും ഈ ദേശസ്നേഹ പ്രചോദിതമായ, അതായത് അല്ലെങ്കിൽ ദേശസ്നേഹ പ്രചോദിതം എന്ന് പറയാനാവില്ല, ഈ ജിങ്കോയിസ്റ്റിക് ആയിട്ടുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് നേരത്തെ തന്നെ. പക്ഷെ അത് ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുകയോ ആ നിലയ്ക്ക് ചർച്ച ചെയ്യാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ചെറുപ്പം മുതൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല സംഘപരിവാർ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്, മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി, ഇവരൊക്കെ കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ജയിലിൽ കിടന്നു, ഈ കഥയാണ് നമ്മൾ കേൾക്കുക. പക്ഷേ ഇവർ ചെറുപ്പം മുതൽ കേൾക്കുന്ന കഥ വേറെയാണ്. അവരുടെ കഥ എന്താണ്, ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി മഹാത്മാഗാന്ധി ഇന്ത്യയെ രണ്ടാക്കി. സീരിയസ് ആയിട്ട് ഇതാണ് കഥ. അപ്പോൾ ആ സ്റ്റോറിക്ക് അനുസരിച്ചാണ് ഇവർ മൊത്തം കാര്യങ്ങളും കെട്ടിപ്പടുത്തിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഈ നറേറ്റീവ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ്. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണോ? 1937 ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ വെച്ച് സവർക്കർ ഈ ദ്വിരാഷ്ട്ര സങ്കല്പത്തിനുള്ള ഒരാശയം വയ്ക്കുന്നുണ്ട്. അതായത് ദ്വിരാഷ്ട്രം വേണമെന്നുള്ള ആവശ്യമല്ല കേട്ടോ, ആവശ്യമല്ല, ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യം ഉന്നയിച്ചത് ജിന്നയാണ്. അത് 40-ലാണ് ആവശ്യം ഉന്നയിക്കുന്നത്, 1940-ൽ. ആശയം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്, സവർക്കറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഇന്നൊരു ഏകീകൃത രാഷ്ട്രമാണെന്ന് കരുതാൻ കഴിയില്ല, മറിച്ച് പ്രധാനമായി 2 രാഷ്ട്രങ്ങളുണ്ട് ഇന്ത്യയിൽ. അതായത് ആ രാഷ്ട്രസങ്കല്പം എന്നത് ഹിന്ദുക്കൾ എന്നതും മുസ്ലിങ്ങൾ എന്നതുമാണ്. അതിൽ മുസ്ലിങ്ങളെയാണ് പിന്നെ കുറ്റം പറയുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് ഇതൊരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവർക്ക് കരുതാൻ കഴിയുന്നില്ല. പക്ഷേ ആ ആശയമുണ്ടല്ലോ, ഒരു രാഷ്ട്രസങ്കല്പം എന്ന ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് 37-ലാണ്. അതിനുശേഷം അദ്ദേഹം വിശദീകരിക്കുന്ന അതിൻ്റെ പ്രസംഗ ഭാഗങ്ങളൊക്കെ എടുത്തത് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഭജന ഭീതി ദിനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതൊരു ചർച്ചയായിട്ടുണ്ട്. ആ ചർച്ചയാവുന്ന ഘട്ടത്തിൽ ഇതും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 37-ൽ സവർക്കറാണല്ലോ ഇത് പറയുന്നതെന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം നടത്തുന്ന ഈ മറ്റു പരാമർശങ്ങൾ, ഇത് മുസ്ലിങ്ങൾക്ക് ഇതൊരു രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇതൊരു രാഷ്ട്രമായി നിലനിൽക്കേണ്ട ആവശ്യകതയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രസംഗത്തിൽ ഈ ആശയമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതുകൊണ്ട് അങ്ങനെ വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിന് കാരണം എന്താണെന്നറിയോ, 43-ൽ അദ്ദേഹം വേറൊരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. 1943 ഓഗസ്റ്റ് 15-ന് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ജിന്നയുടെ ദ്വിരാഷ്ട്രവാദത്തോട് എനിക്കൊരു വഴക്കുമില്ല, ഞങ്ങൾ ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രങ്ങളാണ് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് 43-ലും അദ്ദേഹം ആവർത്തിച്ചു. അതായത് ഈ പറയുന്ന 37-ലെ പ്രസംഗത്തെ എങ്ങനെയൊക്കെ ഖണ്ഡിച്ചാലും 47-ലും ഇത് ഇദ്ദേഹം 43-ലും ആവർത്തിച്ചിട്ടുള്ള സംഗതിയാണ്. എങ്ങനെ അപ്പോൾ ജിന്ന 40-ൽ ഇത് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതാണ് അതിന് ഞങ്ങൾക്ക് ജിന്നയോട് വഴക്കില്ല എന്ന് പിന്നീട് പറയും. പിന്നീട് നിലപാട് മാറ്റിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനും പൊളിറ്റിക്കൽ ഹിന്ദുത്വക്കും എതിരെ അല്ല, അതിനകത്ത് കാണാൻ പറ്റുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നിലപാട് മാറ്റും. ഇത് നിലപാട് എത്ര മാറ്റിയാലും ആശയം എന്നുള്ളതിന് വിത്ത് പാകി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മാത്രമല്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇവരെല്ലാം അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ടല്ലേ വാദിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അയ്യോ ഈ അഖണ്ഡ ഭാരതം എന്നത്, അതായത് അങ്ങ് ഗാന്ധാരം, അതായത് എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഈ ഭൂപ്രദേശം മുഴുവനുള്ള ഒരു അഖണ്ഡ ഭാരതം, ബർമ്മയടക്കം ഉൾപ്പെടുന്ന ഒരു പ്രദേശം എന്നുള്ള സങ്കല്പത്തിലാണ് ഇവർ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് തിരുവിതാംകൂർ സ്വതന്ത്ര ഹിന്ദുരാഷ്ട്രമായി ആകാനായിട്ട് ഈ സവർക്കർ പിന്തുണ പ്രഖ്യാപിച്ചത്? എങ്ങനെയാണ്? ആദ്യത്തെ പിന്തുണ സവർക്കറിന്റെയാണ്. അതായത് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിക്കോട്ടെ, അപ്പോൾ അവിടെ ഈ വിഭജനം വന്നില്ലേ? ഈ ഒരു അഖണ്ഡ ഭാരതം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ഒക്കെ ശ്രമത്തിനിടയ്ക്ക് ഇതങ്ങ് പൊക്കോട്ടെ എന്ന് സവർക്കർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഈ ചരിത്രം ഞാൻ പറയുന്നത്, ഇതൊക്കെ കേരളത്തിൽ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം വരും, ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതായത് എങ്ങനെയാണ് ഇവിടുന്ന് വിചിത്രമായ കത്താണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അതായത് തോറിയം ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ, അതുകൊണ്ട് ഈ തോറിയം നമ്മൾ കയറ്റുമതി ചെയ്യും അങ്ങോട്ട്. എന്തിനാണ്? ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഈ തോറിയം ഞങ്ങൾ തരാം എന്ന് റൂസ്വെൽറ്റിന് കത്തെഴുതുക ചെയ്തത് തിരുവിതാംകൂർ രാജാവ്. അന്ന് കത്തെഴുതിയിട്ട് എന്നിട്ട് ഞങ്ങളെ സ്വതന്ത്രമായി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നാണ് റൂസ്വെൽറ്റിന് കത്തെഴുതുന്നത്. അതിനെ സഹായിക്കുകയാണ് ഈ ഒറ്റ കാര്യം കൂടെ പറയാൻ ശ്രമിക്കുക, അതിനെ സഹായിക്കുകയാണ് ഇവിടെ ഈ സവർക്കർ ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ കാശ്മീരിൻ്റെ ഒരു കഷണം പോയി, അല്ലെങ്കിൽ മറ്റേ അധിനിവേശ കാശ്മീർ അവരുടെ കയ്യിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത്
ഏതാണ്ട് നെഹ്റു വെട്ടിമുറിച്ച് കൊടുത്തതുപോലെയാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഹരിസിംഗിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത്, നിങ്ങൾ നേപ്പാളിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ട് സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താനാണ് അവരോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് പ്രധാനപ്പെട്ട ആളുകൾ തന്നെ, അതായത് അന്നത്തെ RSSൻ്റെ പ്രധാന നേതാക്കൾ തന്നെ അതായത് ബൽരാജ് മധോക്ക് ഉപദേശിക്കുന്നത്, നിങ്ങൾ സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമായി നിൽക്കാൻ വേണ്ടി നേപ്പാളിൽ നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ട് പോരാടാനാണ് പറഞ്ഞത്. അത് കാത്തിരുന്നപ്പോഴാണ് അവിടുന്ന് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളം വന്നിട്ട് പകുതി ഇവിടുന്ന് അഴിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നതും അല്ലെങ്കിൽ കയ്യേറ്റം നടന്നതും. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിഭജനത്തെക്കുറിച്ചുള്ള ഇവരുടെ ഈ ഗിമ്മിക്കുകളും നമ്പറുകളും കേരളത്തിൽ ആമട്ടിൽ വിലപ്പോകില്ല. ഈ ചരിത്രം ചർച്ച ചെയ്യും പറഞ്ഞതിലാണ് ഒരു കാര്യമുള്ളത്. അതായത് ഈ ആർലേക്കർ ചെയ്യുന്ന ഒരു ഗുണപരമായ കാര്യം ഇതാണ്. അതായത് ഇത് വലിയ ചർച്ചകൾക്ക് വകവെക്കുന്നു എന്നുള്ളത്. 2021 ഇത് ആദ്യം ആചരിക്കാൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സംഗതി സത്യമാണ്. അതായത് വിഭജനം എന്നത് ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ഹൊറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താണ്, എത്ര പേരാണ് കൊല്ലപ്പെട്ടത് നമ്മുടെ കണക്കിലുണ്ട്. അതായത് ലാർജസ്റ്റ് മാസ് മൈഗ്രേഷൻ ഇൻ ഹിസ്റ്ററി എന്നാണ് ഈ നമ്മുടെ വിഭജനത്തെ കാണുക ചരിത്രത്തിൽ. ലാർജസ്റ്റ്, അതായത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാസ് മൈഗ്രേഷനാണ്. 1.5 കോടിയോളം ആളുകൾ ദേശാന്തരം ചെയ്തു. അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടും വരേണ്ടി വന്നു, ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും വരേണ്ടി വന്നു. വീട് വിട്ട് അവരവരുടെ വീട് വിട്ട് കുട്ടികളെയും കൊടുക്കുകയും എടുത്ത ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു. 1.5 കോടിയോളം ആളുകൾക്ക് ഈ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. കണക്കില്ല. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനിടയിൽ എന്ന് പറയുമ്പോൾ ആ കണക്കിൻ്റെ ഒരു വിശാലത ആലോചിച്ച് നോക്കൂ. അത്ര ആളുകൾ കൊല്ലപ്പെട്ടു. ബലാത്സംഗം, അങ്ങേയറ്റം അതിക്രമം നടന്ന അങ്ങേയറ്റം ഭീതിതമായൊരു സംഗതിയായിരുന്നു ഈ പറയുന്ന ഈ വിഭജനം, ഇന്ത്യ വിഭജനം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്ത്യ വിഭജനത്തിൻ്റെ ഹൊറേഴ്സ് നേരിട്ടറിയാവുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയും ഭരണഘടനാ നിർമ്മാതാക്കളും അക്കാലത്തെ രാഷ്ട്രീയക്കാരും, അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ദിനം ആചരിക്കാഞ്ഞത്? പോകട്ടെ, 6 വർഷം ഭരിച്ചു ഈ നരേന്ദ്രമോദിയുടെ അതേ പാർട്ടിക്കാരനായുള്ള വാജ്പേയി. എന്തുകൊണ്ടാണ് അദ്ദേഹം ആചരിക്കാതിരുന്നത്? അതിനകത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഭീതിതമായിട്ടുള്ള ഈ ഓർമ്മകളെ മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരരുത് വീണ്ടും. അതായത് ഈ മുറിവ് ഉണക്കുകയാണ് വേണ്ടത്. ചരിത്രത്തെ ചില സംഗതികൾ ഉണക്കിക്കളയുകയാണ് വേണ്ടത്. അത് വീണ്ടും കുത്തി എല്ലാ വർഷവും മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളെ 2 മതങ്ങൾ പാർട്ടാണ്. ഇന്ത്യ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ അടുത്ത ആളുകൾ കൂടുതൽ ഉള്ള ആളുകൾ മുസ്ലിങ്ങളാണ്. ഹിന്ദു വിശ്വാസവും മുസ്ലിം വിശ്വാസവുമുള്ള മനുഷ്യർ തിങ്ങി വസിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ. ഇവർ തമ്മിലായിരുന്നു ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട, കോടിക്കണക്കിന് ആളുകൾക്ക് മിസ്പ്ലേസ് ചെയ്യേണ്ടിരുന്ന ഇവർ തമ്മിലായിരുന്നു സംഘർഷം. ഈ സംഘർഷത്തെ മറക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ ദിനം മനോഹരമായൊരു ദിനമായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഗംഭീരമായിട്ട് ആചരിക്കുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. എന്താണ്? ഇന്ത്യത്തെ പോലെയല്ല അത്. എല്ലാവരും ഒന്നിച്ച്. ഇന്ത്യ ഒരു മഹാരാജ്യമാണ്. ഇന്ത്യൻ, ഭാരതീയൻ എന്ന് വെച്ചാൽ മതജാതി വ്യത്യാസങ്ങളില്ലാതെ നാനാത്വത്തിൽ ഏകത്വം എന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം എന്നത് അത്രമേൽ ഗംഭീരമായിട്ടൊരു കാര്യമാണ്. ഈ മറ്റേ കാര്യത്തെ ഓർമ്മിപ്പിക്കരുത്. ഹൊറേഴ്സ് നേരിട്ട് സ്വന്തം കണ്ണാൽ കണ്ടിട്ടുള്ള ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് വാജ്പേയി വരെയുള്ള പ്രധാനമന്ത്രിമാർ ഇത് ആചരിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ പ്രത്യേക രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം വൈരം എന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇതിനു വേണ്ടിയിട്ടാണ് വാജ്പേയി ചെയ്യാത്തൊരു കാര്യം നരേന്ദ്രമോദി ചെയ്തത്. അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ നടപ്പാക്കില്ല കേട്ടോ എന്ന് പറയുന്ന കേരള സർക്കാരിനും അതിനുവേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്ന KSUവിനും SFIക്കും ഒപ്പമാണ് ഞാൻ. ആർലേക്കർ നമുക്ക് ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഈ ചർച്ച വീണ്ടും കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാലത്തിൻ്റെ സമയരേഖയിൽ സ്വയം രൂപപ്പെടുന്നതാണ് ചരിത്രം. എന്നാൽ അധികാര സ്വരൂപങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് അനുയോജ്യമായ ചരിത്രം സൃഷ്ടിച്ചെടുക്കണം എന്ന് തോന്നും. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലാത്തവർ എന്ന പ്രതിച്ഛായ മാറ്റിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ കാലം മാറിയപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്ന ചോദ്യം രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് അവർക്ക് നേരെ ഉയരുന്നുണ്ട്. ആ പ്രതിച്ഛായ നിർമ്മിതി നടത്തേണ്ടത് ദേശീയ പ്രസ്ഥാനത്തിന് ജീവിതം കൊടുത്തവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണോ എന്ന സംശയവും സ്വാഭാവികമായിട്ടും ആ പക്ഷം ഉന്നയിക്കും. പോകെ സ്വാതന്ത്ര്യ ദിനത്തെക്കാളും വലിയ ആചാരവും ആഘോഷവും ഒക്കെയായി വിഭജന ഭീതി ദിനം മാറ്റണം എന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു വിശാല പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകാതിരിക്കലും അതിനോടുള്ള ചെറുത്തുനിൽപ്പും ഈ കാലത്തോട് നമ്മൾ ചെയ്യേണ്ട നീതിയാണെന്ന് തന്നെ RDX കരുതുന്നു. ഇടവേളയിലേക്ക്.